ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് രഞ്ജിത്ത്. പ്രധാന വാർത്തകൾ. സ്ത്രീ മനസ്സുകളിൽ ഭക്തിയുടെ പുണ്യം നിറച്ച് ആറ്റുകാൽ പൊങ്കാല. നിവേദ്യം അല്പസമയത്തിനകം. പൊങ്കാലയ്ക്ക് ശേഷം ശുചീകരണത്തിന് സജ്ജമായി തിരുവനന്തപുരം നഗരസഭ. ഭക്തർക്ക് മടങ്ങാൻ സുഗമമായ യാത്രാ സൌകര്യമൊരുക്കി കെഎസ്ആർടിസിയും റെയിൽവേയും. ലോക ദൃശ്യശ്രാവ്യ വിനോദ ഉച്ചകോടിയായ വേവ്സിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ സംഘടിപ്പിക്കുന്ന ആഗോള പ്രചാരണത്തിന് ഇന്ന് തുടക്കം. വൃക്കരോഗങ്ങൾ നേരത്തെ കണ്ടെത്തുക, വൃക്കകളുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്ന പ്രമേയത്തിലൂന്നി ഇന്ന് ലോക വൃക്ക ദിനം. സംസ്ഥാനത്ത് ചൂട് കൂടുന്നു. കണ്ണൂർ, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ താപനില 38 മുതൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്ന് മുന്നറിയിപ്പ്. വാർത്തകൾ വിശദമായി. തിരുവനന്തപുരം നഗരത്തെ ഭക്തിസാന്ദ്രമാക്കി ആറ്റുകാൽ പൊങ്കാല. സ്ത്രീകളുടെ ശബരിമലയായ ആറ്റുകാലിൽ ജനലക്ഷങ്ങളാണ് ഇക്കുറിയും പൊങ്കാലയിടാനെത്തിയത്. നിറഞ്ഞ പ്രാർത്ഥനയോടെയാണ് ഓരോ സ്ത്രീയും ആറ്റുകാൽ ദേവിക്ക് പൊങ്കാല അർപ്പിക്കുന്നത്. രാവിലെ 9:45 ശുദ്ധ പുണ്യാഹ ചടങ്ങോടെയാണ് പൊങ്കാല സമർപ്പണത്തിന് തുടക്കമായത്. 10:15 അടുപ്പുവെട്ട് ചടങ്ങ് നടന്നു. ഉച്ചയ്ക്ക് 1:15 നിവേദ്യം. ഇതോടെ ഒരു വർഷം നീണ്ട കാത്തിരിപ്പ് സഫലമാകും. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ആകാശവാണി ജില്ലാ പ്രതിനിധി റെജു കോലിയക്കോട്. ആറ്റുകാൽ ദേവിക്ക് ഭക്തലക്ഷങ്ങൾ പൊങ്കാല സമർപ്പിക്കുകയാണ്. രാവിലെ ശുദ്ധപുണ്യാഹത്തിന് ശേഷം ശ്രീകോവിലിൽ നിന്ന് തന്ത്രി പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി മുരളീധരൻ നമ്പൂതിരി ശ്രീകോവിലിൽ നിന്ന് ദീപം പകർന്ന് ക്ഷേത്രതിടപ്പള്ളിയിലെ പൊങ്കാല അടുപ്പിൽ തീ പകർന്നു. അതേ ദീപം സഹശാന്തിമാർക്ക് കൈമാറി. സഹശാന്തി വലിയ തിടപ്പള്ളിയിലും ക്ഷേത്രത്തിന് മുൻവശത്തൊരുക്കിയ പണ്ടാര അടുപ്പിലും തീ പകർന്നു. പിന്നാലെ ഭക്തർക്ക് അടുപ്പിലേക്ക് തീ പകരുന്നതിനുള്ള അറിയിപ്പായി ചെണ്ടമേളവും കതിനവെടിയും മുഴങ്ങി. ഇതോടെ ക്ഷേത്ര പരിസരത്ത് നിന്ന് കിലോമീറ്ററുകളോളം ചുറ്റളവിലുള്ള ലക്ഷക്കണക്കിന് അടുപ്പുകളിലേക്ക് തീ പകർന്നു. മന്ത്രിമാരായ വി.എൻ. വാസവൻ, പി.എ. മുഹമ്മദ് റിയാസ്, ജി.ആർ. അനിൽ, ശശി തരൂർ എം.പി, ആന്റണി രാജു എം.എൽ.എ, മേയർ ആര്യ രാജേന്ദ്രൻ, മുൻ കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ, ജില്ലാ കളക്ടർ തുടങ്ങിയ പ്രമുഖർ ചടങ്ങിന് സാക്ഷികളായി. ഭക്തർക്കായി 700 കെഎസ്ആർടിസി ബസ്സുകളും പ്രത്യേക ട്രെയിനുകളും സർവീസ് നടത്തുന്നുണ്ട്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ശേഷം നഗരം ശുചീകരിക്കാൻ സജ്ജമായി തിരുവനന്തപുരം നഗരസഭ. 3204 തൊഴിലാളികളെയാണ് ശുചീകരണത്തിനായി നിയോഗിച്ചിരിക്കുന്നത്. മാലിന്യം നീക്കാൻ 350 വാഹനങ്ങളും റോഡുകൾ വൃത്തിയാക്കാൻ 50ഓളം വാട്ടർ ടാങ്കുകളും സജ്ജമാക്കിയിട്ടുണ്ട്. പൊങ്കാലയിട്ട് മടങ്ങുന്ന ഭക്തർക്ക് സുഗമമായ യാത്ര ഉറപ്പാക്കാൻ കെഎസ്ആർടിസി വിപുലമായ സൌകര്യങ്ങൾക്ക് പുറമെ ഇന്ത്യൻ റെയിൽവേ പ്രത്യേക സർവീസുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. എറണാകുളം, ഏറ്റുമാനൂർ തുടങ്ങിയ സ്റ്റേഷനുകളിൽ ഉൾപ്പെടെ പ്രത്യേക സ്റ്റോപ്പുകളും അനുവദിച്ചിട്ടുണ്ട്. ഭക്തരുടെ സുരക്ഷയ്ക്കായി 4500ലധികം പോലീസുകാരെയും നിയോഗിച്ചിട്ടുണ്ട്. ആറ്റുകാൽ പൊങ്കാല ഉത്സവത്തിന്റെ ഭാഗമായുള്ള കുത്തിയോട്ടം ഇന്ന് രാത്രി നടക്കും. കുത്തിയോട്ട ബാലന്മാരുടെ അകമ്പടിയോടെ ദേവി മണക്കാട് ശാസ്താക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളും. നാളെ രാവിലെ ശാസ്താക്ഷേത്രത്തിലെ പൂജയ്ക്ക് ശേഷമാകും ആറ്റുകാലിലേക്കുള്ള തിരിച്ചെഴുന്നള്ളത്ത്. നാളെ രാത്രി 10 മണിയോടെ ദേവിയുടെ കാപ്പഴിച്ച് കുടിയിളക്കും. തുടർന്ന് നടക്കുന്ന കുരുതി തർപ്പണത്തോടെ ഈ വർഷത്തെ പൊങ്കാല ഉത്സവത്തിന് സമാപനമാകും. പൊങ്കാലയ്ക്ക് ശേഷം ബാക്കിയാവുന്ന ഇഷ്ടികകൾ അതിദരിദ്ര വിഭാഗത്തിലെ കുടുംബങ്ങൾക്ക് വീട് നിർമ്മാണത്തിന് നൽകുന്നതിന് തിരുവനന്തപുരം കോർപ്പറേഷൻ എടുത്ത തീരുമാനത്തെ അഭിനന്ദിക്കുന്നതായി മന്ത്രി എം.ബി. രാജേഷ്. പൊങ്കാലയ്ക്ക് ശേഷം നഗരം ശുചീകരിക്കാൻ 3000ലധികം തൊഴിലാളികളെ നിയോഗിച്ചതും അഭിനന്ദനാർഹമാണെന്ന് മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ പൊങ്കാലയുമായി ആശാവർക്കർമാർ. ഒരു മാസത്തെ സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാരാണ് പ്രതിഷേധ പൊങ്കാലയിട്ട് സമരം നടത്തുന്നത്. സർക്കാരിന്റെ കനിവ് തേടിയുള്ള പൊങ്കാലയാണ് ഇടുന്നതെന്നും 32 ദിനരാത്രങ്ങളുടെ വ്രതമാണ് നേർച്ചയായി സമർപ്പിക്കുന്നതെന്നും ആശാവർക്കർമാർ പ്രതികരിച്ചു. 2025 മെയ് 1 മുതൽ മുംബൈയിൽ നടക്കുന്ന ലോക ദൃശ്യശ്രാവ്യ വിനോദ ഉച്ചകോടിയായ വേവ്സിന് മുന്നോടിയായി ആഗോളതലത്തിൽ കേന്ദ്ര സർക്കാർ പ്രചാരണം നടത്തും. ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കുന്ന പരിപാടിയിൽ മാധ്യമ വിനോദ മേഖലയുടെ സമന്വയത്തിന് വഴിയൊരുക്കുന്ന ആഗോള വേദി എന്ന നിലയിലുള്ള വേവ്സിന്റെ നേട്ടങ്ങൾ വിശദമാക്കും. കേന്ദ്രമന്ത്രിമാരായ ഡോക്ടർ എസ്. ജയശങ്കർ, അശ്വിനി വൈഷ്ണവ്, കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ എൽ. മുരുകൻ തുടങ്ങിയവർ സംബന്ധിക്കും. രാജ്യത്തുടനീളം ഇന്ന് ഹോളി ആഘോഷിക്കുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ ഇന്നും നാളെയുമായി പല പേരിലും തനതായ രീതിയിലുമാണ് നിറങ്ങളുടെ ഉത്സവമായ ഹോളി ആഘോഷിക്കുന്നത്. ഉത്സവത്തോടനുബന്ധിച്ച് ഹോളി കാ ദഹൻ ഇന്ന് നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News _ TVM X ഹാൻഡിലും ലഭ്യമാണ്. ആഗോള നിക്ഷേപക ഉച്ചകോടിയിലെ വാഗ്ദാനങ്ങൾ അവലോകനം ചെയ്യുന്നതിന് നാളെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് യോഗം ചേരും. വിവിധ വകുപ്പ് മന്ത്രിമാരും സെക്രട്ടറിമാരും പങ്കെടുക്കുന്ന യോഗത്തിൽ തുടർ നടപടികൾ ചർച്ച ചെയ്യും.
6000 പേരെ സാക്ഷരരാക്കുന്ന ദേശീയ സാക്ഷരതാ പദ്ധതി കാസർഗോഡ് ജില്ലയിൽ ആരംഭിച്ചു. കാസർഗോഡ് ജില്ലയുടെ സാക്ഷരതാ നിരക്ക് 93% നിന്ന് സംസ്ഥാന ശരാശരിയായ 96.2 ഉയർത്തുകയാണ് ലക്ഷ്യം. കൂടുതൽ വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന് ആകാശവാണി പ്രതിനിധി പി ജഗന്നിവാസൻ. കാസർഗോഡ് ജില്ലയിലെ 41 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലായി 10 പേർക്ക് ഒരു ക്ലാസ് എന്നുള്ള രീതിയിൽ 600 ക്ലാസുകളാണ് ആരംഭിക്കുക. എല്ലാ ദിവസവും വൈകുന്നേരം 4 മുതൽ 6 വരെയാണ് ക്ലാസുകൾ. ക്ലാസ് എടുക്കുന്നതിനായി 600 സന്നദ്ധ അധ്യാപകരെയും തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഈ മാസം തന്നെ ക്ലാസുകൾ ആരംഭിക്കും. ഏപ്രിൽ 18 കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയതിന്റെ വാർഷികത്തിൽ ജില്ലയിലെ പഠിതാക്കളുടെ ജില്ലാതല സംഗമം സംഘടിപ്പിക്കും. ജൂൺ മാസത്തിൽ പരീക്ഷയായ മികവ് ഉത്സവവും നടക്കും. മരുന്ന് മാറി നൽകിയതിനെ തുടർന്ന് 8 മാസം പ്രായമുള്ള കുട്ടിക്ക് കരളിന് അസുഖം ബാധിച്ചതുമായി ബന്ധപ്പെട്ട് കണ്ണൂർ പഴയങ്ങാടിയിലെ മെഡിക്കൽ ഷോപ്പിനെതിരെ പോലീസ് കേസെടുത്തു. ചെറുകുന്ന് സ്വദേശി ഇ പി അഷ്റഫ് നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി. അഷ്റഫിന്റെ സഹോദരൻ ഇ പി ഷമീറിന്റെ 8 മാസം പ്രായമുള്ള കുഞ്ഞിനാണ് മരുന്ന് മാറി നൽകിയത്. കരളിന് അസുഖം ബാധിച്ച കുട്ടി ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. ഇന്ന് ലോക വൃക്ക ദിനം. വൃക്കരോഗങ്ങൾ നേരത്തെ കണ്ടെത്തുക, വൃക്കകളുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. എല്ലാ വർഷവും മാർച്ചിലെ 2ാമത്തെ വ്യാഴാഴ്ചയാണ് ലോക വൃക്ക ദിനമായി ആചരിക്കുന്നത്. വൃക്കരോഗങ്ങളുടെ വ്യാപ്തി എങ്ങനെ പ്രതിരോധിക്കാം, നിയന്ത്രിക്കാം എന്നിവയെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യങ്ങൾ. ഹൈറേഞ്ചിലെ പ്രധാന ഇടവിളയായ മാലി മുളകിന്റെ വില ഉയർന്നു. നവംബറിൽ 100 രൂപയായിരുന്ന മുളക് വില 180-200 രൂപയായാണ് ഉയർന്നത്. കൂടുതൽ വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ. കുറഞ്ഞ പരിചരണം നൽകിയാൽ മതിയെന്ന കാരണത്താൽ ഹൈറേഞ്ചിൽ വ്യാപകമായി മാലിമുളക് കൃഷി ചെയ്യുന്നുണ്ട്. സാധാരണ മുളകിനേക്കാൾ മണവും രുചിയുമുണ്ട് എന്നതാണ് മാലിമുളകിനെ വ്യത്യസ്തമാക്കുന്നത്. ഒരു മുളക് ചെടിയിൽ നിന്നും ഒരു വർഷം 5 കിലോ വരെ വിളവ് ലഭിക്കും. തിരുവനന്തപുരം, എറണാകുളം ഭാഗങ്ങളിൽ നിന്നുള്ള വ്യാപാരികളാണ് ഇടുക്കിയിലെ കമ്പോളങ്ങളിലെത്തി വൻതോതിൽ മാലിമുളക് വാങ്ങുന്നത്. വേനൽ ചൂട് ഇത്തവണ മുൻപേ എത്തിയതോടെ പലയിടങ്ങളിലും മുളക് കൃഷി നശിച്ചു. 2024 ഏപ്രിലിൽ ഇടുക്കിയിലെ കമ്പോളങ്ങളിൽ കിലോയ്ക്ക് 400 രൂപ വരെ മാലിമുളകിന് വില വന്നിരുന്നു. ഉൽപാദനം കുറഞ്ഞാൽ വില ഇനിയും ഉയരുമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. സംസ്ഥാനത്ത് ചൂട് കൂടുന്നു. കണ്ണൂർ, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ താപനില 38 മുതൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കുമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കോഴിക്കോട്, പാലക്കാട്, കാസർഗോഡ്, എറണാകുളം ജില്ലകളിൽ താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കും. തിരുവനന്തപുരത്ത് 30 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് അനുഭവപ്പെടാനിടയുണ്ടെന്നും മുന്നറിയിപ്പ്. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് നടക്കുന്ന എലിമിനേറ്റർ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ജയന്റ്സിനെ നേരിടും. രാത്രി 7:30 മുംബൈ ബ്രാബോൺ സ്റ്റേഡിയത്തിലാണ് മത്സരം. 10 പോയിന്റുമായി 1ാം സ്ഥാനത്തുള്ള ഡൽഹി ക്യാപിറ്റൽസ് ഇതിനകം ടൂർണമെന്റിന്റെ ഫൈനലിൽ സ്ഥാനമുറപ്പിച്ചു. മീനമാസ പൂജകൾക്കായി നാളെ വൈകിട്ട് 5-ന് ശബരിമല നട തുറക്കും. 18ാം പടി ചവിട്ടിയെത്തുന്ന തീർത്ഥാടകർക്ക് മേൽപ്പാലം ഒഴിവാക്കി നേരിട്ട് ദർശനം നടത്താൻ സാധിക്കും. പുതിയ ദർശന രീതി പരീക്ഷണാടിസ്ഥാനത്തിലാണ് നാളെ മുതൽ നടപ്പാക്കുന്നത്. മലപ്പുറം ജില്ലയിലെ തിരുവാലിയിൽ വവ്വാലുകൾ കൂട്ടത്തോടെ ചത്തത് കനത്ത ചൂട് കാരണമെന്ന് പ്രാഥമിക നിഗമനം. വനം ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. വിദഗ്ധ പരിശോധനയ്ക്കായി സാമ്പിളുകൾ പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചിട്ടുണ്ട്. മഹാകവി അക്കിത്തത്തിന്റെ ജന്മശതാബ്ദി ആഘോഷങ്ങൾക്ക് തപസ്യ കലാസാഹിത്യവേദി ഈ മാസം 16-ന് തുടക്കം കുറിക്കും. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഒരു വർഷം നീണ്ടുനിൽക്കുന്ന പരിപാടികളാണ് തപസ്യ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അക്കിത്തത്തിന്റെ കവിതകളെക്കുറിച്ചുള്ള സെമിനാറുകൾ, കവിതകളുടെ ദൃശ്യ സംഗീത ആവിഷ്കാരങ്ങൾ തുടങ്ങിയ പരിപാടികൾ നടക്കും. ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 140 പോയിന്റ് ഉയർന്ന് 74,156-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 18 പോയിന്റ് ഉയർന്ന് 22,486-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവിലയിൽ വർധന. ഗ്രാമിന് 55 രൂപ കൂടി 8,120 രൂപയും പവന് 440 രൂപ വർദ്ധിച്ച് 64,960 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. സ്ത്രീ മനസ്സുകളിൽ ഭക്തിയുടെ പുണ്യം നിറച്ച് ആറ്റുകാൽ പൊങ്കാല. നിവേദ്യം അല്പസമയത്തിനകം. പൊങ്കാലയ്ക്ക് ശേഷം ശുചീകരണത്തിന് സജ്ജമായി തിരുവനന്തപുരം നഗരസഭ. ഭക്തർക്ക് മടങ്ങാൻ സുഗമമായ യാത്രാ സൌകര്യമൊരുക്കി KSRTCയും റെയിൽവേയും. ലോക ദൃശ്യശ്രാവ്യ വിനോദ ഉച്ചകോടിയായ വേവ്സിനു മുന്നോടിയായി കേന്ദ്ര സർക്കാർ സംഘടിപ്പിക്കുന്ന ആഗോള പ്രചാരണത്തിന് ഇന്ന് തുടക്കം. വൃക്കരോഗങ്ങൾ നേരത്തെ കണ്ടെത്തുക, വൃക്കകളുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്ന പ്രമേയത്തിലൂന്നി ഇന്ന് ലോക വൃക്ക ദിനം. സംസ്ഥാനത്ത് ചൂട് കൂടുന്നു. കണ്ണൂർ, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ താപനില 38 മുതൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്ന് മുന്നറിയിപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.